അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്മാർട്ട് സ്കോളർഷിപ്പ് 2024-25 നവംബർ 30 നടന്ന 10ാം ക്ലാസ്സിൻ്റെ ജനറൽ പാർട്ടിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ പാഠഭാഗത്തിൽ നാം ചർച്ച ചെയ്യുന്നത്. പ്രത്യേകം ഉണർത്താനുള്ളത്, കഴിഞ്ഞ വീഡിയോ 5ാം ക്ലാസ് ചെയ്തപ്പോൾ പ്രത്യേകം 21ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്നുള്ളത്. അത് പറഞ്ഞപ്പോൾ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മയ്യത്തിന് കണ്ണുകൾ അടക്കുമ്പോൾ ചെല്ലേണ്ടതാണ്. ഖബറിലേക്ക് അടുക്കുമ്പോൾ അത് ദിക്ർ തന്നെയാണ് ചെല്ലേണ്ടത്. എന്നാലും ഒന്നുകൂടി ആ ഓപ്ഷൻ വെച്ച് ഒന്നുകൂടി ഏറ്റവും നല്ല ആൻസർ മയ്യത്തിന് കണ്ണുകൾ അടക്കുമ്പോൾ എന്നത് തന്നെയാണ്. ഓപ്ഷൻ എ ആണ്. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ വിദ്യാർത്ഥിക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കാം. 10ാം ക്ലാസ് 31ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ നോൺ മെറ്റൽ ദാറ്റ് റിമെയിൻ ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ? റൂം ഊഷ്മാവിൽ, സാധാരണ ഊഷ്മാവിൽ ദ്രാവകമായി നിലകൊള്ളുന്നത് ഏതാണെന്നുള്ളതാണ് ഇതിൽ ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ ബി ബ്രോമിനാണ്. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ. ദ സെൻട്രൽ മെറ്റൽ ഓഫ് ക്ലോറോഫിൽ, ഹരിതകത്തിൽ ക്ലോറോഫിലിലെ കേന്ദ്ര ലോഹം ഏതെന്നുള്ളതാണ്. മഗ്നീഷ്യമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഹീമോഗ്ലോബിനിൽ അയൺ ഇരുമ്പാണ്. പ്രത്യേകം രണ്ടും മാറി മാറി ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ആ ഭാഗത്തുനിന്ന്. 33ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യാസ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI സ്കൂൾ, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI സ്കൂൾ എവിടെയാണ് നിലവിൽ വന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. എവിടെയാണ്? കേരളത്തിലാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 34ാമത്തെ ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് അബണ്ടൻറ്റ് എലമെൻറ്റ് ഓൺ ദ ലൂണാർ സർഫേസ്, ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മൂലകം ഏത് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. ഏതാണ്? ഓക്സിജനാണ്. ഇനി അതുപോലെ ഭൂവൽക്കത്തിൽ അലുമിനിയമാണ്. അതുപോലെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ മൂലകം ചോദിച്ചാൽ അത് ഓക്സിജനാണ് കേട്ടോ. ശരി, നമുക്ക് 35ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ ഏരിയ ഓഫ് ഇന്ത്യ ഈസ് അബൌട്ട്, ഇന്ത്യയുടെ വിസ്തീർണം ഏകദേശം എത്ര വരും? 3.28 ബില്യൺ എന്ന് പറഞ്ഞാൽ 3,32 ലക്ഷത്തി അല്ലേ. 3.2 ബില്യൺ എന്ന് പറഞ്ഞാൽ 32 ലക്ഷം ചില്ലാനം വരും കേട്ടോ. 80,000 ചില്ലാനം വരും. ശരി, 36ാമത്തെ ക്വസ്റ്റ്യൻ. കാൽ ബൈശാഖി ഈസ് അസോസിയേറ്റഡ് വിത്ത്, കാൽ ബൈശാഖി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സംസ്ഥാനത്താണ് അല്ലേ? ഈ അസോസിയേറ്റഡ് വിത്താണ് എന്തുമായി ബന്ധപ്പെട്ട ഉദ്ദേശം വരുന്നത്. ഇത് ഏത് സംസ്ഥാനത്താണെന്നുള്ളതാണ്. കാൽ ബൈശാഖി എവിടെ എന്നുള്ളതാണ്. ഇത് വരുന്നത് എവിടെയാണ്? ബംഗാളിലാണ്. നോർവെസ്റ്റർ എന്നാണെങ്കിൽ പഞ്ചാബ് വരും. മാംഗോ ഷവർ എന്നൊക്കെ ഉള്ളത് തെക്കൻ കേരളം, കർണാടക, തമിഴ്നാട് ഭാഗങ്ങളിലാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് 37ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കാം. ദ മിനിമം ഏജ് ഓഫ് എ പേഴ്സൺ ഹൂ ക്യാൻ കണ്ടസ്റ്റ് എലക്ഷൻ ഫോർ ലോക്സഭ, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം, മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയെന്നുള്ളതാണ്. എത്ര വയസ്സാണ്? അത് 25 വയസ്സാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. 38. വെൻ ഡിഡ് ദ ഫ്രഞ്ച് റവല്യൂഷൻ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. 25 വയസ്സാണ് ലോകസഭ, അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്കാവാൻ വേണ്ടി നിയമസഭാംഗത്തിന് 25 വയസ്സാണ്. ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്ന, ഉപരാഷ്ട്രപതിക്ക് 35 വയസ്സാണ്. പക്ഷേ അദ്ദേഹം അധ്യക്ഷത വഹിക്കുന്ന രാജ്യസഭയിലേക്ക് വേണ്ട 30 വയസ്സാണ്. പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി നമ്മൾ പറഞ്ഞു 35 വയസ്സ്, ഗവർണർ, ഇവർക്കൊക്കെ 35 വയസ്സാണ് വേണ്ടത് കേട്ടോ. ഇനി 38ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ഡിഡ് ദ ഫ്രഞ്ച് റവല്യൂഷൻ ബിഗൻ, എപ്പോഴാണ് ഫ്രഞ്ച് റവല്യൂഷൻ തുടങ്ങിയത്? അത് 1789 അത് പഠിക്കാൻ സുഖമാണ്. 1 കഴിഞ്ഞിട്ട് 7, 8, 9 ഓർഡർ സംഖ്യ. 7 കഴിഞ്ഞാൽ 8 പിന്നെ 9 കേട്ടോ. ഫ്രഞ്ച് റവല്യൂഷൻ 1789. അതുപോലെ വളരെ പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങളാണ്. ഒന്ന് അമേരിക്കൻ റവല്യൂഷൻ വരുന്നത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം വരുന്നത് 1776. അതുപോലെ ബ്ലഡ്ലെസ് റവല്യൂഷൻ, രക്തരഹിത വിപ്ലവം എന്ന് പറയുമ്പോൾ പിന്നെ ബ്രിട്ടനിൽ നടന്ന യുദ്ധം നടന്നത് 1688 ഈ പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 39ാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്റ്റേറ്റ് വിച്ച് ഹാസ് ഡിക്ലെയർ 4 ഡിസ്ട്രിക്റ്റ് ആസ് സ്പേസ് ബേസ്, 4 ജില്ലകൾ എന്ത് ചെയ്ത് സ്പേസ് ബേസായി പ്രഖ്യാപിച്ചത് അല്ലേ? ഏത് സംസ്ഥാനം എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ ഡി തമിഴ്നാടാണ് ഉത്തരമായി. ശരി, 40ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യാസ് അത്ലറ്റിക് സ്ക്വാഡ് ലീഡർ ഫോർ പാരീസ് ഒളിമ്പിക്സ് 2024,
2024 പാരീസ് ഒളിമ്പിക്സിലെ അത്ലറ്റിക് കോഡ് അല്ലേ, അത്ലറ്റിക്സ് കോഡിനെ ആരാണ് നയിച്ചതെന്നുള്ളതാണ് ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ സി, ജാവലിൻ ത്രോ താരമായ ഇന്ത്യയിൽ ആദ്യമായി അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ നീരജ് ചോപ്രയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഓഗസ്റ്റ് 7 പിന്നെ നമ്മളെ അദ്ദേഹം ജാവലിൻ ത്രോ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് കേട്ടോ. അന്ന് തന്നെയാണ് എന്താ പറയുക 1905 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചു അല്ലേ, 1905 ഓഗസ്റ്റ് 7 അതുമായി ബന്ധപ്പെട്ട് കൈത്തറി ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 7. ഓക്കെ, ഓഗസ്റ്റ് 7 കൈത്തറി ദിനവും അതുപോലെ തന്നെ ജാവലിൻ ത്രോ ദിനവുമായിട്ടും ആചരിക്കും. ശരി, 41ാമത്തെ ക്വസ്റ്റ്യൻ. നോബൽ പ്രൈസ് വിന്നർ ഇൻ ലിറ്ററേച്ചർ 2024. 2024 നോബൽ പ്രൈസ് വിന്നർ ആരെന്നുള്ളതാണ്. ഹാങ് കാങ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. നോബൽ പ്രൈസ് നൽകുന്നത് ഡിസംബർ 10 ആണ്. ഡിസംബർ 10 തന്നെയാണ് ലോക മനുഷ്യാവകാശ ദിനവും ഈ ആൽഫ്രഡ് നോബലിൻ്റെ ചരമദിനവും കേട്ടോ. ശരി, നമുക്ക് 42ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് പ്രൊഡക്റ്റ് ഈസ് മെയ്ഡ് ഫ്രം റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് വേസ്റ്റ്? റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ നിന്ന് ഏത് ഉൽപ്പന്നമാണ് നിർമ്മിക്കുന്നുള്ളതാണ്. ഇതിലുള്ളതിൽ ഒന്ന് കൊടുക്കാൻ പറ്റിയത് പോളിസ്റ്റാൻഡാണ് കേട്ടോ. പോളിസ്റ്റാൻഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിറ്റുമിൻ എന്ന് പറഞ്ഞാൽ ഈ പെട്രോളിയത്തിൻ്റെ ഒരു ഐറ്റംസാണ്. കൽക്കരി കൽക്കരി കേട്ടോ. കൽക്കരിയിൽ ഏറ്റവും ഡോസ് കൂടിയത് ആന്ത്രോസൈറ്റാണ്. അതിൽപ്പെട്ട ഒരു ഇനാണ് ബിറ്റുമിൻ. പിന്നെ ലിഗ്നൈറ്റാണ് ഏറ്റവും താഴ്ന്ന രൂപത്തിൽ വരുന്നത്. പീറ്റും അതിന് താഴെയും പീറ്റ് വരുന്നുണ്ട് കേട്ടോ. ഏറ്റവും താഴെ പീറ്റ് വരും, ഏറ്റവും മുകളിൽ ആന്ത്രോസൈറ്റ്, വീര്യം കൂടിയത് ആന്ത്രോസൈറ്റ് വരും. പിന്നെ ലെഡ്, ഇതൊക്കെ അതിൽ പ്ലാസ്റ്റിക്കിലെ മാലിന്യങ്ങളൊക്കെ ഉൾപ്പെട്ട വസ്തുക്കളാണ് കേട്ടോ. ഉൽപ്പന്നമായിട്ട് നമുക്ക് കൊടുക്കാം. ഉള്ളതിൽ പറ്റിയത് ഒരു പോളിസ്റ്റാൻഡ് എന്നുള്ള ഓപ്ഷനായിരിക്കും. ശരി, 43ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ത് ചെയ്യുക, കണ്ടെത്താനാണ്. ഷീ സെഡ്, അവൾ പറഞ്ഞു. ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? ഷീ സെഡ് ദാറ്റ് അല്ലേ. അവൾ പറഞ്ഞു, ഞാൻ പോകുന്നുള്ള എന്ത് ചെയ്യും, റിപ്പോർട്ട് ആക്കുമ്പോൾ ഷീ ആകും. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുക. ബി ഐ ആണ് വന്നിട്ടുള്ളത്, ഡിയും ഐ ആണ് ഐ വാസ് എന്ന് വന്നിട്ടുള്ളത് കേട്ടോ. സെഡ് അല്ലേ, സെഡ് ആയതുകൊണ്ട് മറ്റൊടത്തും പാസ്റ്റിലേക്ക് മാറ്റണം. ഷീ വാസ് ഗോയിങ് അല്ലേ. ഐ ആം ഗോയിങ് എന്നാൽ ഷീ വാസ് ഗോയിങ് വരും. ഷീ വാസ് ഗോയിങ് തന്നെയാണ്. ഇവിടെ ഷീ സെയ്സ് എന്നാണ് കാണുന്നത് അല്ലേ, സിയിൽ. അതെ, ഇവിടെ ഇതാണ് മിസ്റ്റേക്ക്, സെയ്സ്, സെഡ് തന്നെ വരണം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. ശരി, 44ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് ടെൻസ്. ശരിയായ ടെൻസ് ഏതാണെന്നുള്ളതാണ്. ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം ഇതേ സമയത്ത് എന്നുള്ള രൂപത്തിൽ വരുമ്പോൾ അവിടെ ടെൻസ് ഉപയോഗിക്കാറുള്ളത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസാണ്. അപ്പോൾ എന്ത് വരും? ഐ വിൽ ഹാവ് എന്ന് വരും. ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് മൈ സ്റ്റഡീസ് എന്ന ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. 45ാമത്തെ ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ്. വെർബിൻ്റെ ശരിയായ രൂപം ഏതാണെന്നുള്ളതാണ്. ഇഫ് ഷീ ഡാഷ് ഹാർഡ് ഷീ വുഡ് പാസ് ദ എക്സാം. ഇതൊക്കെ നമ്മൾ മുമ്പത്തെ പല ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈഫിന് 3 രൂപ ഉള്ളത്. അതിൽ രണ്ടാമത്തെ രൂപം പാസ്റ്റ് ടെൻസ് ഫോമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? പാസ്റ്റ് വന്നാൽ വീറ്റ് വന്നു കഴിഞ്ഞാൽ വുഡ് വരും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും? ഇഫ് ഷീ സ്റ്റഡീഡ് ഹാർഡ് എന്ന ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. ശരി, നമുക്ക് 46ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ പേഷ്യൻറ്റ് ഈസ് ബെറ്റർ ടുഡേ. നല്ല കാര്യങ്ങളൊക്കെ കാണിച്ച് ഫയർലി ആണ് ഉപയോഗിക്കുക. ഇനി മോശം കാര്യങ്ങൾ കാണിച്ചാണെങ്കിൽ റേദർ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഉത്തരമായി വരിക 46 ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഇനി 47ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇഫ് ഡ്രാമ അല്ലേ, DRAMA ഡ്രാമ എന്നത് കേട്ടോ. ഡ്രാമ എന്നിങ്ങനെയല്ലേ ഇതാ എന്നതിന് എങ്ങനെ കോഡ് ചെയ്യുന്നു? AVXOX ഈ രൂപത്തിലാണ് കോഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആ കോഡിൻ്റെ രൂപം നോക്കുക. അങ്ങനെ കോഡ് ചെയ്താൽ ഇവിടെ ഇങ്ങനെ ഹൗ വിൽ യു റൈറ്റ് വേൾഡ് അല്ലേ, വേൾഡ് എന്നതിന് എങ്ങനെ എഴുതും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് നമുക്ക് ഡ്രാമ എഴുതിയത് നോക്കാം, എന്നിട്ട് നമുക്ക് വേൾഡിലേക്ക് വരാം. ഡ്രാമ എഴുതിക്കണം നോക്കാം. ഡീൻ്റെ നേരെ എ വന്നിട്ടുള്ളത്, ഡീൻ്റെ നേരെ എ. അപ്പോൾ എന്താ, 3 അക്ഷരങ്ങൾ മൈനസ് ചെയ്തതാണ്. CBA 3 മൈനസ് അവിടെ വന്നിട്ടുണ്ട് അല്ലേ, 3 മൈനസ്. അതുപോലെ 6 കഴിഞ്ഞിട്ട് വി, STUV +4 വന്നിട്ടുള്ളത്, +4. ഓക്കെ,
അപ്പോൾ -3 + 4. അടുത്തെന്താ എ. എൻ്റെ അവിടെ നേരെ മൈനസ് ചെയ്ത് എ കഴിഞ്ഞ് ബാക്കോട്ട് മൈനസിലേക്ക് അടിക്കുക. Z വരും, Y വരും, X വരും, വീണ്ടും -3. അപ്പോൾ ഇടവിട്ട് -3 ആണ്. പിന്നെ എം കഴിഞ്ഞിട്ട് പോകും. അങ്ങനെ MNO +2 ആണ്. +2 പിന്നെ AX, നേരത്തെ പറഞ്ഞ AX -3 അല്ലേ. Z വരും, Y വരും, X വരും, -3. അപ്പോൾ ഇടവിട്ട് -3. ആദ്യം -3, പിന്നെ +4, പിന്നെ -3, പിന്നെ +2, പിന്നെ -3. ആ രൂപത്തിലാണ് പോകുന്നത്. അപ്പോൾ വേൾഡ് നമുക്ക് തന്നെ ഇതാ വേൾഡ് അല്ലേ. വേൾഡ് നമ്മൾ കോഡ് വേൾഡ് എന്ന വാക്കിന് എങ്ങനെ എഴുതും? ആദ്യം -3 കൊടുക്കുക അല്ലേ. -3. അപ്പോൾ ഡബ്ല്യുവിൻ്റെ തൊട്ട് മുമ്പുള്ളത് V, പിന്നെ U, പിന്നെ T. അപ്പോൾ എന്ത് വരും? നേരെ T ഇവിടെ വരും അല്ലേ. പിന്നെ +4 വെക്കുക. പിന്നെ നമ്മൾ ചെയ്തത് +4 അല്ലേ. PQRS. അപ്പോൾ എന്ത് വരും? S വരും. TSI. ഇനിയും മൈനസ് പുറകിലോട്ട് മൈനസ് അടിക്കട്ടെ. -3 6 പിറകോട്ട് കേട്ടോ. എങ്ങനെ വരും? ഓൻ്റെ മുന്നേ Q അല്ലേ. QP. 6ൻ്റെ തൊട്ട് മുന്നത്തെ അക്ഷരം ഏതാണ്? Q അല്ലേ. Q ഉണ്ടല്ല, Q അല്ല 6, Q ഉണ്ടല്ല, QPO. അപ്പോൾ എന്ത് വരും? TSO. ഈ രൂപത്തിലാണ് പോകണം. ഈ TSO വെച്ചിട്ടുള്ള ഓപ്ഷൻ എത്ര ഉണ്ട് നോക്കുക. TSO A അതന്നെയാണ് വരുന്നത്. ഇനി TSO വേറെ ഉണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഓപ്ഷൻ A ഉത്തരമായി കിട്ടും കേട്ടോ. പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അറിയാത്തൊരു എന്ത് ചെയ്യുക, ഒന്നും കൂടെ റിപ്പീറ്റ് അടിച്ച് കാണുക കേട്ടോ. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. ചോദ്യം ഒന്ന് വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന ഡയഗ്രാമിൽ വൃത്തം വിദ്യാഭ്യാസത്തെ വൃത്തം എന്ന് പറഞ്ഞാൽ വരയ്ക്കുക, പെട്ടെന്ന് വരയ്ക്കുക. വൃത്തം വിദ്യാഭ്യാസത്തെ വൃത്തം അല്ലേ. വൃത്തം വിദ്യാഭ്യാസം അങ്ങനെ കൊടുത്താൽ മതിയല്ലോ. വൃത്തം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. വൃത്തം വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്നു. ചതുരം കഠിനാധ്വാനത്തെ അല്ലേ. ചതുരം എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. ചതുരം കഠിനാധ്വാനം അല്ലേ. ചതുരം കഠിനാധ്വാനത്തെ സൂചിപ്പിക്കുന്നു. ത്രികോണം നഗരത്തെ. നഗരം അതല്ല ത്രികോണം, ഇത് നഗരം കേട്ടോ. നഗരത്തെ സൂചിപ്പിക്കും. ഇനി എന്താ? ദീർഘചതുരം കേട്ടോ. വെറും ചതുരം ആകുമ്പോൾ ഈ ഉദ്ദേശിക്കുന്ന സ്ക്വയർ ആയിരിക്കും. ദീർഘചതുരം എന്ന് പറഞ്ഞാൽ കുറച്ച് നീളത്തിലുള്ള ചതുരം അല്ലേ. കുറച്ച് നീളം കേട്ടോ. ഇത് സമചതുരമായിരിക്കും ഉദ്ദേശിച്ചുണ്ടാവുക കേട്ടോ. ചതുരം എന്നാണ് കേട്ടോ. വൃത്തം വേണ്ട. കഠിനാധ്വാനം ഇപ്പോൾ ചതുരം കേട്ടോ. അപ്പോൾ ദീർഘചതുരം സത്യസന്ധരായ ആളുകൾ. സത്യസന്ധർ അല്ലേ. സത്യസന്ധർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൊണ്ട് വായിക്കാം. വൃത്തം വിദ്യാഭ്യാസത്തെ, ചതുരം കഠിനാധ്വാനത്തെ, ത്രികോണം നഗരത്തെ, ദീർഘചതുരം സത്യസന്ധതയും സൂചിപ്പിക്കുന്നു. ഇനി എന്താ പറഞ്ഞു നോക്കുക. ഡയഗ്രാമിൽ വ്യത്യസ്ത പ്രദേശങ്ങൾ 1 മുതൽ 12 വരെ അക്കമിട്ടിരിക്കുന്നു. 1 മുതൽ 12 വരെ അക്കമിട്ടിരിക്കുന്നു. വ്യത്യസ്തമായ പ്രദേശങ്ങളുടെ പ്രത്യേകത അല്ലേ. 1 മുതൽ 12 വരെ അക്കങ്ങളുണ്ട്. റീജിയൻ 4 ഏറ്റവും നന്നായി വിവരിക്കുന്നത് എന്താണെന്നുള്ളതാണ്. റീജിയൻ 4 അല്ലേ. റീജിയൻ 4 എല്ലാവരും കണ്ടിരിക്കുന്നതാണ് ഇവിടെ കണ്ടില്ലേ. റീജിയൻ 4 അതെന്താണെന്നുള്ള വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം നമുക്ക്. നല്ല ശ്രദ്ധിച്ച് നോക്കുക. 4 ഇട്ട സംഖ്യ അവിടെ വായിച്ചിട്ടുണ്ട്. അവിടെ ആ 4 ഇട്ട സംഖ്യ ഏതിൻ്റെ എല്ലാം ഉള്ളിൽ വരും നോക്കുക. ചതുരത്തിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ദീർഘചതുരത്തിൻ്റെ ഉള്ളിലും വരുന്നുണ്ട് അല്ലേ. 4 എന്ന സംഖ്യ. ദീർഘചതുരവും സമചതുരവും വരുന്നുണ്ട്. അതുപോലെ ത്രികോണമുണ്ട്, 3 ഉണ്ട്. വൃത്തം അതിൽ പെടൂല കേട്ടോ. വൃത്തമല്ലാത്ത വിദ്യാഭ്യാസം അല്ലാത്ത കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് അത് വരിക. അപ്പോൾ നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. അതെ, അതിൽ ഓപ്ഷൻ അപ്പോൾ ഏതാ വരിക? വിദ്യാഭ്യാസം ഇല്ലാത്തവർ ഉൾപ്പെടുന്നത്. അത് ഓപ്ഷൻ ഏതാ വരിക? ബി വരും അല്ലേ. വിദ്യാഭ്യാസം ഇല്ലാത്തവർ ഓക്കെ അല്ലേ. വൃത്തമില്ലാത്തൊക്കെ വരും. നഗരവാസികളുണ്ട്, സത്യസന്ധര് കഠിനാധ്വാനികളുമായിട്ട് വരും.
ഇനി നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒരു ത്രികോണം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ ഒന്ന് വരക്കാം. ജസ്റ്റ് ഈ മൂലയിൽ നിന്ന് കേട്ടോ, ഈ മൂലയിൽ നിന്ന് ഇത് നേരെ കേട്ടോ, നേരെ ഇങ്ങനെ മൂലയിൽ നിന്ന് വരണം കേട്ടോ, കറക്റ്റ് മൂല വരേണ്ടത് മൂലയിൽ നിന്ന്. അതുപോലെ ഈ മൂലയിൽ നിന്ന് ഇങ്ങനെ, ഈ മൂലയിൽ നിന്ന് ഇങ്ങനെ കേട്ടോ, ഓരോ മൂലയിൽ നിന്ന് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഈ ത്രികോണത്തിൽ എത്ര ത്രികോണം ഉണ്ടോ ചോദിച്ചാൽ അതിന് ഉത്തരമായി ഒരു എത്ര 16 ത്രികോണങ്ങളാണ് ടോട്ടൽ ഈ രൂപത്തിൽ കൂട്ടിമുട്ടുമ്പോൾ വരിക. എത്ര 16 ത്രികോണങ്ങൾ. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ 3 വരും, ഇവിടുന്ന് 3 കിട്ടും, ഇവിടുന്ന് 3 കിട്ടും, 2 വരും, 2 വരും, 2 വരും കേട്ടോ, ഇവിടെ അങ്ങനെ വരും. അപ്പോൾ ഇതൊക്കെ കൂട്ടുമ്പോൾ പിന്നെ ഈ മൊത്തത്തിലൊരു ത്രികോണം എല്ലാം കൂടി കൂട്ടി എത്ര വരും? 3 3 3 9 വരും. പിന്നെ എത്ര 2 2 3 2 അല്ലേ, ഇവിടെ 2 ഇവിടെ 2 ഇവിടെ 2 6 വരും, 15. പിന്നെ പ്ലസ് മൊത്തത്തിലൊരു ത്രികോണം കൂട്ടി എത്ര വരും? 16 ത്രികോണങ്ങൾ വരും. ഇങ്ങനെയാണ് വരിക. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മൾ വരച്ച ത്രികോണത്തിൽ ഈ രൂപത്തിലാണ് എങ്കിലാണ് ഇങ്ങനെ വരിക. ഇനി ഇതിലേതെങ്കിലും ഒരു വശം ഒരു ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഈ ഒരു വര ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ, അതിൽ നിന്ന് 4 കുറക്കണം, 4 കുറക്കണം. ഒറ്റ വര ഈ ഇവിടെ നിന്നുള്ള ഈ കണക്ഷൻ ഏതെങ്കിലും കണക്ഷൻ, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇവിടെ നിങ്ങളുടെ ആണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. ഇതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഇങ്ങനെ ആയിരിക്കും കട്ട് ചെയ്തിട്ട് ഇവിടെ കൊടുത്തണ അങ്ങനെയല്ലേ, അതെ അവിടെ കൊടുത്തണ ആ രൂപമാണ്. ഇവിടെ നിന്നൊരു ഇത് കട്ട് ചെയ്തു കേട്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 കുറച്ചാൽ മതി. ഈ 16ൽ നിന്ന് 4 കുറച്ചാൽ എത്ര കിട്ടും? 16 കുറക്കണം 4 ഇത്രയുമായിട്ട് 12 കിട്ടും. ഇനി ഒന്നും കൂടി കുറച്ച് വെക്കുക. ഉദാഹരണത്തിന് ഇവിടെ നിന്ന് ഒന്നും കൂടി പോയി വെക്കുക. ഇവിടെ നിൽക്കണ ഈ ഒരു വരയും കൂടി പോയാൽ മറ്റേ വര ഉണ്ട് കേട്ടോ, ഈ വര ഉണ്ട്. അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു 4 കൂടി കുറക്കും. അപ്പോൾ എത്ര 8 വരും. 12ൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യും? 4 കുറക്കും. അപ്പോൾ എത്ര വരും? 8 വരും. ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുക, എത്ര ത്രികോണം എന്തായാലും ഇവിടെ കണ്ടെത്താൻ കഴിയും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടെ സ്മാർട്ട് സ്കോളർഷിപ്പ് 2024-25 എല്ലാ ക്ലാസ്സിൻ്റെയും ജനറൽ പാർട്ട് വിശദമായി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഉന്നതമായ പരീക്ഷകൾക്ക് സ്കോളർഷിപ്പ് പരീക്ഷകൾ ഇനിയിപ്പോൾ സ്മാർട്ടാവേണ്ട മറ്റു പല NMMS ആയാലും നാസ ആയാലും മറ്റ് റെയിൽവേ ബോർഡ് എക്സാമിന് പരിശീലിക്കുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും, ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടും. എല്ലാവരും എന്ത് ചെയ്യുക, നല്ല വിശദമായി പഠിക്കുക. സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ശരി എന്നാൽ. അസ്സലാമു അലൈക്കും.